ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ജനറൽ യൂസസ്, അത് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം. പ്രോപ്പർട്ടീസ്. These are soluble in alcohol and certain organic solvents when they are in thermoplastic stage. This property is utilized for making paints and varnish from these plastics. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചില ആൽക്കഹോളിലും അതുപോലെ തന്നെ ഓർഗാനിക് സോൾവൻസിലൊക്കെ സോല്യൂബിളാണ്, അലിഞ്ഞു ചേരാൻ കഴിവുള്ളതാണ്. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളിലും ഇത് അലിഞ്ഞു ചേരില്ല കേട്ടോ. ചില ആൽക്കഹോളിലും അതുപോലെ തന്നെ ഓർഗാനിക് സോൾവൻസിലും എന്താണ്, ഇത് സോല്യൂബിളാണ്. ഈ ഒരു പ്രോപ്പർട്ടി, ഈ സോല്യൂബിൾ എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻറ്റ് അതുപോലെ തന്നെ പെയിൻറ്റ്സ്, വാർണിഷൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ്, ദീസ് ആർ ഡ്യൂറബിൾ, സ്ട്രോങ് ആൻഡ് ഹാർഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് പോയിൻ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാസ്റ്റിക് ഒന്നുമല്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. എന്താണ്? ദീസ് ആർ ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കും അല്ലേ. പെട്ടെന്ന് അങ്ങനെ കേട് പറ്റുന്നതോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതോ ആയിട്ടുള്ള ആളല്ലാരും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഡ്യൂറബിളാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? സ്ട്രോങ്. ആളെന്താണ്? സ്ട്രോങ് ആണ്. തെർമോസെറ്റിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ ചിലപ്പോൾ വെയിലും ഉണ്ടാലൊക്കെ കുറേ പ്രാവശ്യം വെയിലും ഉണ്ടാലും അതിൻ്റെ കളറിൽ ചേഞ്ച് വരും, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? സ്ട്രോങ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഹാർഡാണ് അല്ലേ. അപ്പോൾ ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഹാർഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടീസാണ് അല്ലേ ഇതൊക്കെ. അടുത്ത പോയിന്റ് എന്താണ്? ദേ ആർ അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ്. എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ അതുപോലെ മിക്സഡ് കളേഴ്സിലൊക്കെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. അതും ഒരു കാരണമാണ് എന്ത്, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ് അല്ലേ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ദേ ആർ മെയിൻലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലാസ്റ്റിക്സ്. യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ ബക്കറ്റും കോപ്പയൊന്നും ഉണ്ടാക്കാനല്ല, വളരെ നല്ല എഞ്ചിനീയറിംഗ് പർപ്പസിനൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിൽ ചിലപ്പോൾ എല്ലാം വരും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് മേഖല, ഓട്ടോമൊബൈൽ മേഖല, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ മേഖല, ഈ മേഖലയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതായിരിക്കും? കൂടുതലായിട്ടും എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിനാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനുള്ളത്. ഈ പ്രോപ്പർട്ടീസ് കാരണം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം. ഞാൻ ഒന്നും കൂടി പറയാം. ഇതെന്താണ്? ആൽക്കഹോളും അതുപോലെ തന്നെ ചില ഓർഗാനിക് സോൾവൻസിലും സോല്യൂബിൾ ആണ്. അത് കാരണം പെയിൻറ്റ്, വാർണിഷ് തുടങ്ങിയതൊക്കെ നിർമ്മിക്കുന്നതിന് നമ്മുടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിൾ, ഒരുപാട് കാലം നിലനിൽക്കും. സ്ട്രോങ് ആണ് ആൻഡ് ഹാർഡാണ്. ഓക്കെ, സ്ട്രോങ് ആണ്, ഹാർഡാണ്, ഡ്യൂറബിൾ ആണ്. പിന്നീട് പറയുന്ന ഒരു പോയിൻ്റാണ് ദീസ് ആർ അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ്. ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അല്ലേ. അതൊരു നല്ലൊരു ഗുണമാണ്. പല കളേഴ്സിലും അവൈലബിൾ ആകുമ്പോൾ നമുക്ക് പല മേഖലകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോമൊബൈൽ മേഖലയിലും ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലാസ്റ്റിക്സ്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടികളാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ജനറൽ യൂസസ്, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഒന്ന് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പിന്നെ ഇവിടെ നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലെ പോയിന്റ്സ് വായിക്കാം. ഇലക്ട്രോണിക് ചിപ്സ്. ഇലക്ട്രോണിക് ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മേഖലകളിലൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കാലം തന്നെ എന്താണ്, ഒരുപാട് ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എന്താണ്, ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്ന ആ ഒരു മേഖലകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അതന്നെ വലിയൊരു പോയിൻ്റാണ് അല്ലേ. ടെക്നോളജി ഡെവലപ്പ് ആവുന്നുണ്ട്, അതിനനുസരിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോമ്പോസൈറ്റ്സ്. റെയിൻഫോഴ്സ്ഡ് കോമ്പോസൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും. പോളിമെറിക് കോട്ടിങ്സ്.
പോളിമറിക് കോട്ടിങ്സും കാര്യങ്ങളും കൊടുക്കാനും സ്പെക്ടാക്കിൾ ലെൻസസ്, നമ്മുടെ ലെൻസൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കണ്ണടയുടെ ലെൻസും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്, നമ്മുടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. ഡെൻറ്റൽ ഫില്ലിംഗ്, നമ്മുടെ ഡെൻറ്റൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിൻ്റാണ് അല്ലേ. ഡെൻറ്റൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഒക്കെ ഫില്ലിങ്സും കാര്യത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് മെഷീൻസും കാര്യങ്ങളും അല്ലേ, ഒരുപാട് മെഷീൻസ് വരുന്നുണ്ട്. ഈ മെഷീൻസൊക്കെ നിർമ്മിക്കുന്നതിന് ആ ഒരു അവസരങ്ങളിൽ വളരെ ഡ്യൂറബിളും സ്ട്രോങ്ങും ഹാർഡുമായിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ ആവശ്യമായിട്ട് വരും. ആ ഒരു മേഖലയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളായിരിക്കും. ഓക്കെ, അപ്പോൾ യൂസസ് ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ചിപ്സ്, ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോമ്പോസൈറ്റ്സ്, പോളിമറിക് കോട്ടിങ്സ്, സ്പെക്ടാക്കിൾ ലെൻസസ്, ഡെൻറ്റൽ ഫില്ലിങ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക്, ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ തെർമോ പ്ലാസ്റ്റിക്കിന് അതിൻ്റേതായ യൂസേജും അതുപോലെ തന്നെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. തെർമോസെറ്റിങ്ങിന് അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെ യൂസേജും വേറെ രീതിയിലാണ്. ഓക്കെ, ഇതിനൊരു ദോഷം എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഇത് തെർമോസെറ്റിംഗ്. നമ്മൾ ഈ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദേ ആർ ഡ്യൂറബിൾ, സ്ട്രോങ് ആൻഡ് ഹാർഡാണെന്നുള്ളത് അല്ലേ. ഡ്യൂറബിൾ ആണ്, അതുപോലെ തന്നെ സ്ട്രോങ് ആണ്, ഹാർഡാണെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നീട് കുറച്ച് എക്സാമ്പിൾസ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇപ്പോൾ അയൺ ബോക്സിൻ്റെ ഹാൻഡിൽ, പിന്നെ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ ഹാൻഡിൽ, അതൊക്കെ നിങ്ങളൊന്ന് സാധാ നോർമൽ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ പാചകം ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ കുക്കറിൻ്റെ ഒക്കെ ഹാൻഡിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും, നല്ല ഹാർഡായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക്കാണ് നോർമലി ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ. ബോട്ടിലുണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിൽ അല്ലെങ്കിൽ മിനറൽ വാട്ടറിനൊക്കെ ബോട്ടിൽ നിർമ്മിക്കാൻ നമ്മൾ തെർമോ പ്ലാസ്റ്റിക്കും അതിൻ്റെ അടപ്പ്, ആ ബോട്ടിലിൻ്റെ അടപ്പ് അഥവാ ക്യാപ്പ് നിർമ്മിക്കാൻ നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുക. നിങ്ങൾ ആ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ഹാർഡ്നെസ്സും അതുപോലെ തന്നെ സ്ട്രോങ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ യൂസേജ് ഏതൊക്കെ മേഖലകളിലാണ് അത് ഉപയോഗിക്കുന്നതെന്നും കൂടി എന്ത് ചെയ്യുക, ഇതോട് കൂടിയിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.